ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വിസ് റോളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. മൈദ കുറേശ്ശെയായി ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള മൈദയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാനാണ് എടുത്തിട്ടുള്ളത്. പാനിലേക്ക് ഓയിൽ തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിപ്പം ഗ്യാസ് സ്റ്റൗവിൽ ഒന്ന് പാത്രം ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 8 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ കേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടായതിനു ശേഷം നമുക്കിത് പാത്രത്തിൽ മാറ്റാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബ്ലൂബെറിൻ്റെ ക്രഷാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറിയോ മാംഗോ ഏതാ വേണ്ടത് അത് നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ കേക്ക് മറച്ചിട്ട് കൊടുത്തിട്ട് അടിഭാഗത്താണ് ഞാൻ ക്രഷ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ക്രഷ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ മേലേക്ക് വിതറി കൊടുക്കാം. ഈ കേക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. കേക്കിൻ്റെ അടിഭാഗത്ത് ക്രഷ് വെച്ചതുകൊണ്ട് റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മേൽഭാഗത്താകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കാണാനുള്ള ഭംഗി നമുക്ക് അടിഭാഗത്ത് വെച്ചിട്ട് റോൾ ചെയ്യുമ്പോഴാണ്. കുറച്ച് പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കേക്കിൻ്റെ പുറത്തൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. പിന്നെ ഇത് കേക്കിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വിതറി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതിൻ്റെ മേലെ വിതറി കൊടുത്താൽ കേക്കിൻ്റെ പുറത്ത് കോക്കനട്ട് നിൽക്കില്ല. അത് അതിൻ്റെ മേലെ നിന്ന് ഫുള്ളായിട്ട് ഉതിർന്ന് പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് നനച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കേക്കിൻ്റെ മേലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പിടിച്ച് നിൽക്കുകയും ചെയ്യും. നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ലൊരു വെറൈറ്റി ടേസ്റ്റിലുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.